ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്ത് പ്രശ്നത്തിനാണ് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ രാത്രിയും ഓരോ പകലും നിങ്ങൾ കഷ്ടപ്പെട്ടാണ് തള്ളി നീക്കിയത് ആ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ. ഇവിടെ നിങ്ങൾ എന്ത് പ്രശ്നമാണോ ഫേസ് ചെയ്തത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ട് സ്റ്റുഡൻ്റാണ്, പരീക്ഷ എഴുതിയിട്ട് വിഷമിച്ചിരിക്കുകയാണ്, അതിൻ്റെ റിസൾട്ടിന് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അതിന് ഒരു പരിഹാരം നിങ്ങൾക്ക് വേണമെന്നാണ് തോന്നുന്നതെങ്കിൽ അതിലൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഗവൺമെൻറ് ജോബിന് വേണ്ടി എക്സാം എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഏത് ജോലിക്കാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നത് ആ ഒരു ജോലിക്ക് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ജോബ് ഈസി ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സാമഭേദദണ്ഡം ഈ 3 രീതിയിലും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ആ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെ ഒരു ഡ്രാമ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. പക്ഷേ അത് നിങ്ങൾ കൂടുതലായിട്ട് വിഷമിക്കാൻ പോലെ ആ ഒരു ഡ്രാമ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ആദ്യം ഒന്ന് അത് വേദനിപ്പിക്കും. പിന്നെ നിങ്ങൾ അതിൽ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥിതികൾ എപ്പോഴും ക്രിയേറ്റ് ആവും. പക്ഷേ ഈ ഒരു ഊർജം കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ഥിതി മോശമാക്കാൻ പാടില്ല നിങ്ങൾ. ഇവിടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ഒന്ന് തടയാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ ലൈഫിൽ അത് വന്നിട്ട് നിങ്ങളെ എങ്ങനെ ഇതിൽ നിന്ന് മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാമെന്ന് ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അലൗ ചെയ്യരുത്. നിങ്ങൾ അലൗ ചെയ്താൽ മാത്രമേ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ, അല്ലാതെ ഒരിക്കലും വരത്തില്ല. നിങ്ങൾ പക്ഷേ അതിനുള്ള ആ ഒരു വഴി തുറന്നു കൊടുക്കരുത്. ഇനി അങ്ങോട്ട് തെറ്റായ കാര്യങ്ങളുടെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നത്തെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ അതിനെ അലോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി അലോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ആ നെഗറ്റിവിറ്റി എൻ്റെ ജീവിതത്തിൽ വന്നാൽ എൻ്റെ ജീവിതം വളരെ മോശമാക്കിയിട്ടായിരിക്കും അത് തിരിച്ചു പോകുന്നത് എന്ന്. അതുകൊണ്ട് പഴയതുപോലെ ഇപ്പോൾ നെഗറ്റിവിറ്റിക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാറിയാം, യോഗ ചെയ്യാറിയാം, എങ്ങനെ നെഗറ്റിവിറ്റി വന്നാൽ അതിനെ പോയിപ്പിക്കണം എന്നെല്ലാം ടു Z കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് സമയം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഒട്ടും തന്നെ സമയം നിങ്ങൾ കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങളും ഉള്ളതായിട്ട് അങ്ങനെ അതായത് എവിടെന്നെങ്കിലും ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് അങ്ങനെ നിങ്ങൾ അവിടെ പോകുന്നതായിട്ട് എന്തോ ഒരു ട്രാവലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കുറേ ആൾക്കാരുടെ നടുവിൽ നിങ്ങൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്നുകിൽ ഒരു ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പാർട്ടിക്ക് നിങ്ങളെ വിളിക്കുന്നതായിരിക്കാം. ഇവിടെ എല്ലാവരുടെയും കണ്ണുകളും നിങ്ങളുടെ മേലുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓറ അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൾക്കാർ നിങ്ങളെ നല്ല ഭാവത്തിലായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്, മോശം ഭാവത്തിലായിരിക്കത്തില്ല നോട്ടീസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം വെറുതെ പാഴായി പോവത്തില്ല. മുന്നേയൊക്കെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അസന്തുഷ്ടിയാണ് ഫീലായത്. പക്ഷേ ഇനി നിങ്ങൾ സന്തുഷ്ടരാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ചില സമയം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നേരെയാവണം, മാറ്റം ഉണ്ടാകണം എന്നാണ് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ചൊക്കെ ശ്രമിക്കണം. ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൺട്രോളിലാണ് ഉള്ളത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളൊരു പവറിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മെജീഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതായത് ഒരു മെജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ആകർഷണം നിങ്ങളോട് തോന്നുന്നതായിട്ട്, പിന്നെ നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നടക്കുന്നതായിട്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന നടക്കും. പിന്നെ മറ്റുള്ളവരോട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു ചെറിയ ഒരു നിങ്ങൾക്കൊരു പവർ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു മജീഷ്യൻ്റെ ആ ഒരു പവർ, മെജീഷ്യൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു മൃതപ്രാണനായിട്ടുള്ള ശരീരത്തിൽ പോലും ഒരു ജീവൻ ഉണ്ടാവുന്ന അവസ്ഥ, അതാണ് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു മജീഷ്യൻ്റെ എനർജിക്ക് എന്തും പോസിബിളാണ്, ഒന്നും തന്നെ ഇമ്പോസിബിളായിട്ടില്ല, എന്തും പോസിബിളാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഊർജത്തിനെ കുറിച്ച് ഒരു അറിവും ഇല്ല എന്നാണ് കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് അറിവുണ്ട്, ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ അറിവില്ല. ഇവിടെ നിങ്ങളോട് ദൈവം പറയുന്നത്, നിങ്ങൾ മജീഷ്യൻ്റെ ഊർജ്ജയിലായിട്ട് പോലും നിങ്ങളുടെ ആ ഒരു ഊർജം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തോ വലിയ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ ഒരു വലിയ ആഘോഷം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ട്, ആ ഒരു ആഘോഷത്തിന് നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കുമ്പോൾ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതായിട്ട്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറെടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ, ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. വലിയ ഒരു ശുഭ സമാചാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു ഊർജ്ജത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എപ്പോഴൊക്കെ നിങ്ങൾ പാസ്റ്റിൽ തന്നെ ഇരിക്കും, അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഊർജ്ജത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുക. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ മോശം സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഇപ്പോൾ നടന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അവർ മോശം സൃഷ്ടിച്ചില്ല എന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നല്ല കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നു. ഇവിടെ എന്തോ വലിയ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് റിലീസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ പോലും മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫെയ്ത്ത് വയ്ക്കാനാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ഓർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതാണ്. ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ചലഞ്ചേഴ്സിനെ അവസാനിപ്പിക്കുന്ന ആ ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇരുട്ട് മാത്രമാണ് ഉള്ളത്, പ്രകാശമില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വലിയ ഒരു ശുഭ സമാചാരം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്, വലിയൊരു ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതാണ്. എന്തായാലും ഒരു വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരേ സമയം ഒത്തിരി ജോലികൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം ഇത്രയും സ്പെഷ്യലും ഇത്രയും ആക്റ്റീവുമായി മാറുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരേ സമയം. അപ്പോൾ ഇതൊക്കെ വരണമെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ റിലീസാക്കി കളയണം. എങ്കിൽ മാത്രം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു മജീഷ്യനായിട്ടുള്ള ആ ഒരു പവറിൽ എപ്പോഴും വരണമെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങൾ റിലീസാക്കി കളയുക. ഇവിടെ എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള സിറ്റുവേഷനെ ഒരിക്കലും സിമ്പിളായിട്ട് കാണരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ കൂളായിട്ട് കാണാൻ സാധിക്കുന്നത്. ബ്ലൂ കളർ ചിത്രശലഭം, ബ്ലൂ കളർ വസ്ത്രം ധരിച്ച ആൾക്കാർ, ഇതായിരിക്കും കൂളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റീഡിംഗ് കേൾക്കുമ്പോൾ പോലും നിങ്ങളുടെ ചുറ്റിൽ എവിടെയെങ്കിലും ഒരു ബ്ലൂ കളർ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലൂ കളറായിരിക്കും വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഒരു ബ്ലൂ കളർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ മനസ്സിൻ്റെ ആ ഒരു ശാന്തി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ബ്ലൂ കളർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ ഹീലാവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ശാന്തി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലൂ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ശാന്തിയും സമാധാനവും ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബ്ലൂ കളർ ഇവിടെ ന്യായത്തിൻ്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾക്കൊരു ശാന്തിയും സമാധാനവും ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയൊക്കെ നിങ്ങൾക്ക് അഭാവം തോന്നുന്നുണ്ടോ ആ ഒരു അഭാവം അത് നിങ്ങൾക്ക് ഫില്ലാക്കാൻ സാധിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു കുറവുകൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ബേഡ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ശുഭ ഒരു സങ്കേതമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്വപ്നത്തിൽ പോലും പശുക്കളെ കാണുക, ബേഡ്സിനെ കാണുക, അതെല്ലാം നിങ്ങൾക്കൊരു ശുഭ സങ്കേതമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കാണും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പുറത്ത് വരാൻ ഒരിക്കലും സാധിച്ചിട്ടുണ്ടാവത്തില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനായിട്ടുള്ള സമയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് സ്മൂത്തായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ സ്മൂത്ത് ആകുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ബേഡ്സ്, പിന്നെ പശുക്കൾ, ഇല്ല എങ്കിൽ കിളികൾ ചുമ്മാ വീട്ടിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കുക, ഇല്ല എങ്കിൽ പച്ചപ്പ്, നല്ല പച്ചപ്പ് കാണുന്നത്, അത് നമ്മുടെ ആ ഒരു ഫെദർ ഉണ്ടല്ലോ, വെള്ള കളർ ഫെദർ വീട്ടിൻ്റെ മുറ്റത്ത് വീണ് കിടക്കുന്നത്, ഇതൊക്കെ ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ ശുഭത വരാൻ പോകുകയാണ് എന്നുള്ള ഉദ്ദേശിച്ചാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ എനർജി വളരെ സ്മൂത്തായിട്ടാണ് ഉള്ളത്. പക്ഷേ മുന്നേ അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ എനർജി. ഇവിടെ എന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അതിനു വേണ്ടി ദൈവം നിങ്ങളെ റെഡിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ കുറച്ച് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആവണമെന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് യോഗ ചെയ്യണം, അല്ല എങ്കിൽ വാക്കിങ്, എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയും. അങ്ങനെ അവർ നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ കുറച്ചൊന്ന് കോൺഷ്യസ് ആവുന്നതായിട്ട്, ഹെൽത്ത് കോൺഷ്യസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം യൂണിവേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സൈൻ തന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും ബ്ലൂ ഓർ ബ്ലാക്ക് നിറത്തിലുള്ള ചിത്രശലഭം നിങ്ങൾ കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ന്യായം റിലേറ്റഡ് ആയിട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശമായിട്ട് കയ്പേറിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു വാക്ക് നിങ്ങൾക്ക് ഇതുവരെ ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതാണ് അവർ നിങ്ങളോട് സംസാരിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ചുമ്മാ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞ ആ വാക്ക്, മോശം വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരും. അവർ ഇത്രത്തോളം മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയല്ലോ ദൈവമേ എന്നുള്ള ആ വാക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ ഏതു വ്യക്തിയാണോ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയത് ആ വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് കിങ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ അങ്ങ് ലക്ഷ്യത്തിലെത്തുന്നവരെ നിങ്ങൾ പിറകിലോട്ട് പോകത്തില്ല. അങ്ങനെ എനർജിയാണ് നിങ്ങളുടേത്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും മോശ സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ കൺട്രോൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും തകർക്കാൻ ശ്രമിക്കരുത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശരീരം കുറച്ചൊന്ന് തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കി വയ്ക്കുക അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവും അപ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു സാഹസികത ബൂസ്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഫോർഗീവ്നെസ് ആക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലൊരു ശാന്തത ലഭിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാതെ എന്തായാലും ചെറിയ കാര്യമില്ല അതങ്ങ് ക്ഷമിച്ചേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്ഷമിച്ച് കളയുക. അല്ലാതെ ആവശ്യമില്ല ഒന്നിനും ആരോടും വഴക്കിടാൻ പോകരുത്. നിങ്ങൾ
അപ്പോൾ നിങ്ങൾ ആദ്യം ഫോർഗീവ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളിൽ. നിങ്ങൾക്ക് തോന്നിയാണ് ഒരു നെഗറ്റീവ് വ്യക്തിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ അവരോട് വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ആവശ്യമില്ല അവരോട് സംസാരിക്കാൻ പോകരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്കും കൂടെ ബാധിക്കുകയാണെന്ന്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് കൂടുതലായിട്ട് മുഖം കൊടുക്കാനോ അവരോട് സംസാരിക്കാനോ പോകാതിരിക്കുക. അതാണ് നിങ്ങളുടെ ആ ഒരു ജോലി. കാരണം നെഗറ്റിവിറ്റി കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്തായാലും ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ആ ഓഫർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ ഡിലേ ആണോ നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ആ ഡിലേ എല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഡനായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ സർക്കിളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഒരു യാത്ര നിങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.